ആ കാണുന്നതാണ് മക്കളെ പൊന്നാനി ലൈറ്റ് ഹൗസ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളും കടലും കടൽ തീരം കാണുക എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റായി പോയി. ഞങ്ങൾ ആദ്യം പോയത് ഹാർബറിൻ്റെ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി പോയി. എൻട്രി ടൈമൊക്കെ കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്ത് ഗേറ്റൊക്കെ അടച്ചു പൂട്ടിയിരുന്നു. അപ്പോഴേക്കും അന്ന് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ന് നേരിട്ട് വന്നത് ഇങ്ങോട്ടാണ്. ഇന്ന് ആദ്യം ലൈറ്റ് ഹൗസ്, അത് കഴിഞ്ഞിട്ട് പൊന്നാനിയിൽ വേറെ എവിടെയൊക്കെ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മുകളിൽ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഹൗസിൽ കയറുന്നത്. മുമ്പ് ചാലിയത്ത് പോയപ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടെങ്കിലോ അതിൽ കയറാൻ പറ്റിയിട്ടില്ല. അതൊരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. ഓ, എന്താ ഉയരം! ഇതെന്താ കുത്തുബ് മിനാറാ? 30 മീറ്റർ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ഈ പിരിയൻ കോണിലൂടെ വേണം മുകളിലേക്ക് എത്താനായിട്ട്. 6-7 റൗണ്ട് ചുറ്റി പടികൾ കയറിയാലും മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആവേശത്തിൽ ചാടി കയറി പടികൾ കയറി വന്നവരൊക്കെ പാതി വയൽ വന്ന് നിൽക്കുന്നുണ്ട്. ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് ഗ്യാലറിയിൽ നിന്ന് ചുറ്റുഭാഗത്തിൻ്റെയും വിശാലമായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഈ കടലും പൊന്നാനി തീരവും പൊന്നാനി അഴിമുഖവും ഭാരതപ്പുഴയും പടിഞ്ഞാറേക്കര തീരവും ചമ്രവട്ടം പാലം, ഇങ്ങനെ വിശാലമായിട്ട് ദൂരെ കിടക്കുന്ന പലതും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നാൽ. 30 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിലേക്ക് എത്ര പടികൾ കയറിയിട്ടാവും മുകളിലെത്താൻ പറ്റിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എത്ര പടികൾ കയറിയാലായിരിക്കും മുകളിലെത്താൻ പറ്റുക? നിങ്ങളുടെ ഉത്തരം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിനുള്ള ശരിയുത്തരവും പൊന്നാനി ലൈറ്റ് ഹൗസിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. പുതിയൊരു വീഡിയോയുമായിട്ട് കാത്തിരിക്കുക. ഇപ്പോൾ ഗുഡ് ബൈ.